സോ ഹലോ ഡിയർ ജീനിയസ് കമ്മ്യൂണിറ്റി. അപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നലെ ഫിസിക്സിന്റെ ഡുവൽ നേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഫിസിക്സിൽ അടുത്തതായിട്ട് വരുന്ന ആറ്റംസിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇതും ഡുവൽ നേച്ചർ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ഒരു ചാപ്റ്ററാണ് ഡുവൽ ആറ്റംസ് എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ജെയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ആറ്റംസ്. പലർക്കും +1 +2 ഫിസിക്സുകൾ പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുന്ന ചാപ്റ്ററും ആയിരിക്കും ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് കഴിഞ്ഞ JEE നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ JEE 2023 ഫസ്റ്റ് സെഷനിൽ അറൗണ്ട് 12ഓളം ചോദ്യങ്ങളാണ് മൊത്തം സെഷനിലൂടെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. 12 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് നമുക്ക് ചാപ്റ്ററിന് വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് അതിന്റെ മുന്നത്തെ 2022 JEEയിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഈ ഒരു വെയിറ്റേജിൽ തന്നെ കുറെ അധികം ക്വസ്റ്റ്യൻസ് വന്നതാണ്. വെരി ഈസി സ്കോറിംഗ് ആണ്. കാരണം ഈ ചാപ്റ്ററിൽ 2 കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, നിങ്ങളെ ആറ്റംസിന്റെ കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള ആറ്റംസിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും റുദർഫോർഡിന്റെ ബോർ അറ്റോമിക് തിയറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെറിയ ഭാഗങ്ങളായിട്ട് ആറ്റംസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് അതിലുണ്ടാകുന്ന ട്രാൻസിഷൻസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഡീൽ ചെയ്യാനായിട്ടുള്ളത്. സോ നെക്സ്റ്റ് വൺ ട്രാൻസിഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ആറ്റംസിനെ കുറിച്ചാണ്. അപ്പൊ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ലോവർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോണുകൾ വരുന്ന സമയത്ത് ഹൈഡ്രജൻ ആറ്റത്തിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഡിഫറൻസ്, പിന്നെ അതിലെ എനർജി ചേഞ്ചുകൾ, അതൊക്കെ ആയിരുന്നു ആ ട്രാൻസിഷനിലുള്ളത്. അപ്പോൾ വളരെ ലാഘവത്തോടു കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. ഞാൻ കൂടുതലായിട്ട് ഇൻട്രൊഡക്ഷനിൽ നിൽക്കുന്നില്ല, പകരം പെട്ടെന്ന് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. കാരണം ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ തന്നെ ഇതിൽ കുറേ അധികം ആൻസറുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ 2023 വെരി റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നാണ്. അപ്പൊ എനിവേ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. അസ്യൂം ദാറ്റ് ദ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഹാവ് ഈക്വൽ masses of the nucleus is 1.6 into 10 to the power minus 27 kilogram. Radius of the nucleus is 1.5 into 10 to the power minus 15 a raised to 1/3. Approximate ratio of the nuclear densities. Nuclear density ratio ആണ് ചോദിച്ചിട്ടുള്ളത്. Nuclear density and water density is. അപ്പോൾ വാട്ടർ ഡെൻസിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയാം. അത് ന്യൂക്ലിയർ ഡെൻസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഡെൻസിറ്റി എന്താണ്? എനി ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോള്യം ആണ്. നൗ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്ന സമയത്ത് ന്യൂക്ലിയസിന്റെ മാസ് ആണ്. ന്യൂക്ലിയസിന്റെ മാസ് ആരൊക്കെ ഉണ്ടാകും? ഇവിടെ തന്നിട്ടുണ്ട് ന്യൂക്ലിയോൺസ് ഉണ്ടാവുക. എത്ര ന്യൂക്ലിയോൺസ് ഉണ്ടാകും? ആളുകൾ ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 1.6 into 1.6 into 10 to the power minus 27 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി ന്യൂക്ലിയസ്. വോളിയം ഓഫ് ദി ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 4/3 pi r³ ആയിരിക്കും. 4/3 pi into r³. അപ്പൊ r³ എനിക്ക് എന്ത് കിട്ടണം? r³ എനിക്ക് എന്റെ ന്യൂക്ലിയർ റേഡിയസ് ഇവിടെ അതാണ് ഓൾറെഡി തന്നത്. നമ്മൾ പഠിച്ചതാണ് r is equal to r0 a raised to 1/3. അത് വെച്ചിട്ട് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു 4/3 into pi into 1.5 into 10 to the power minus 15 into a all raised to 1/3 the whole cube എന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ a raised to 1/3 അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി a ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി 1.6 ഉണ്ട്, ദെൻ 4/3 pi ഉണ്ട്, 1.5 ഉണ്ട്, 10 to the power minus 27 minus 15 എടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? 12 ഉണ്ടാകും. then 1.6 divided by 4 എത്ര ഉണ്ടാകും? that will be equal to 0.4 ഉണ്ടാകും. then divide by 3 മുകളിലേക്ക് പോകുന്നുണ്ടാകും. 3 × 4 12 divided by pi വീണ്ടും ഉണ്ടാകും. സോ നിയർലി 12 എടുത്ത് 0.113 into 10 to the power 30 എന്ന് കിട്ടും എൻ്റെ ആൻസർ. into 10 to the power 13. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ഡെൻസിറ്റി. ന്യൂക്ലിയർ ഡെൻസിറ്റി നമുക്ക് കിട്ടി, തന്നിരിക്കുന്ന സാധനത്തിന്റെ ഡെൻസിറ്റി കിട്ടി. സോ നൗ ദിസ് ഈസ് ഈസി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ടർ ഡെൻസിറ്റി എന്താണ്? എൻ്റെ വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 10³ ആണ്. സോ മൈ വാട്ടർ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു
So now water density is equal to 10 cube. Now nuclear density ratio in the water to this will be equal to what? 0.113 into 10 to the power 13 divided by this will be equal to nuclear density to water. Nuclear density to rho of the water is equal to, just a second. Okay, now my nuclear density rho divided by rho of the water will be equal to 0.113 into, I think 0.113 into 10 to the power, just a second. So 0.113 into 10 to the power 13 ഉണ്ടാകും. ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ എൻ്റെ 10 ക്യൂബ് ചെയ്താൽ മതി. അപ്പം എനിക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. എനിവേ ഒരു ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. ബട്ട് നിങ്ങളൊരു ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ചെറിയൊരു ടെക്നിക്കൽ എറർ ഉണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഓൾറെഡി ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സമയം ഇതിൽ സ്പെൻഡ് ചെയ്യണമെന്നില്ല. എനിവേ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. സോ ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫോട്ടോൺ ഈസ് എമിറ്റഡ് ഇൻ transition from n is equal to 4 to n equal to 1 level in hydrogen atom. Corresponding wavelength for this transition is very easy. കാരണം ഈ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. എല്ലാത്തിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. ഇവിടെ നിങ്ങൾക്കറിയാം E ഈക്വൽ ടു HC ഡിവൈഡ് ബൈ ലാംഡ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. അത് എങ്ങനെയായിരുന്നു? ഫ്രം എ ഹയർ ട്രാൻസിഷൻ ലോവർ ട്രാൻസിഷനിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് E is equal to 1 divided by NF square minus 1 divided by NI square into ബാക്കി കുറച്ച് ടേമുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്രയായിരുന്നു കിട്ടിയത്? ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ നമ്മൾ പഠിച്ചതാണ് 13.6 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എവിടെ നിന്ന് എവിടേക്കാ? ദിസ് ഈസ് കമ്മിങ് ഫ്രം n is equal to 4 to n equal to 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? E is equal to എൻ്റെ എനർജി ആണ്, E എന്താണ്? hν ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് HC divided by lambda which is equal to 1 divided by NF. എങ്ങോട്ടാ വന്നിട്ടുള്ളത്? 1ലേക്കാണ്. സോ 1 divided by 1 square minus 1 divided by എത്ര ഇവിടെ വന്നത്? 4 ആണ്. സോ 4 square that is equal to 16 വരും into 13.6 എന്ന് കിട്ടിയിട്ടുണ്ട്. Now this is equal to 50 divided by 60 into 30.6 എന്ന് കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടോ? into 13.6 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? Now this is equal to HC divided by lambda. So which means my lambda will be equal to, HC divided by, so my lambda will be equal to HC divided by I think ചെറിയൊരു എറർ ഉണ്ട് നിങ്ങൾ എഴുതുന്നതിൽ മേ ബി. സോ റൈറ്റ് നൗ വി വിൽ ബി കമ്മിങ് ബാക്ക് ഫ്രം എ ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ നിങ്ങൾ ലീവ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. 0.6 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഡയറക്റ്റ് ആയിട്ട് എനിക്ക് വാല്യൂസ് കൊടുക്കാനേ ഉള്ളൂ. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, HCയുടെ വാല്യൂസ് അതേപടി ഓർത്തിരിക്കുക. HCയുടെ വാല്യൂസുകൾ അതേപോലെ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പെട്ടെന്ന് ഈ പ്രോബ്ലം ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അല്ലെങ്കിൽ നിങ്ങൾ HCയുടെ വാല്യൂ, Hന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ എനിവേ നൗ ദിസ് സീംസ് ടു ബി വെരി ഈസി. നിയർലി നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ 94.1 നാനോമീറ്റർ എന്ന് കിട്ടും. 94.1. നിയർലി ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോടാ? അപ്പോൾ ബാക്കി ഈ ഒരു ഇക്വേഷൻ എഴുതുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ടാസ്ക്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കുക. കാരണം ഈ ഇക്വേഷൻ ബേസ് ആയിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് JEEക്ക്. ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. എനിവേ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം നോക്കുകയാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹിയർ ഇസ് ദ വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ എമിറ്റഡ് ഈസ് λ0 when
an electron jump from the second state to the first excited state of the hydrogen atom. If the electron jump from the third excited state to the second orbit of the hydrogen atom, wavelength of the radiation emitted be 20 divided by x lambda 0. വാല്യൂ ഓഫ് ദി എക്സ് ഈസ്. അപ്പോൾ എക്സിന്റെ വാല്യൂ ചോദിച്ചത് വളരെ സിമ്പിൾ. ഞാനിപ്പോൾ ചെയ്ത അതേ ഫോർമുല അതേ സംഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതി. കാരണം ഒന്ന് എനിക്കറിയാം, ആദ്യത്തെ ട്രാൻസിഷൻ എവിടെ മുതൽ എവിടെ വരെയാ? ദിസ് ഈസ് ട്രാൻസിഷൻ ഫ്രം സെക്കൻഡ് ടു ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും ഉണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് തേർഡ് ടു ദ സെക്കൻഡും ഉണ്ട്. അപ്പോൾ n ഈക്വൽ ടു 3 ടു n ഈക്വൽ ടു 2 ആകുന്ന സമയത്ത് എന്തായിരിക്കും എൻ്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്? HC divided by lambda 0 which is equal to 13.6 into 1 divided by final എത്രയാണ്? 2ലേക്കാണ് പോയിട്ടുള്ളത്. സോ 2 സ്ക്വയർ 4 ആണ്, divided by 1 divided by 3 സ്ക്വയർ 9 ആണ്. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തിട്ടുണ്ട്. വേവ് ലെങ്ത് ഓഫ് ദി റേഡിയേഷൻ എമിറ്റഡ് ഇവിടെ ഓൾറെഡി എനിക്ക് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു എത്രയായി തന്നിട്ടുണ്ട്? രണ്ടാമത്തെ കേസിലും ആദ്യത്തെ കേസിലും എൻ്റെ നമ്പറുകൾ ഇവിടെ തന്നിട്ടുണ്ട്. 20 ഡിവൈഡ് ബൈ ലാംഡ എപ്സിലോൺ 20 ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു ലാംഡ 0 ആണെന്നുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് എൻ്റെ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് എത്രയായിരുന്നു? HC ഡിവൈഡ് ബൈ ലാംഡ. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ തിരിച്ചെടുക്കുകയാണ്. ആദ്യത്തത് ലാംഡ 0 ആണല്ലോ. സോ അത് എത്രയാണ്? സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് എൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക്. സോ സെക്കൻഡ് ടു ഫസ്റ്റ് ഞാൻ ആദ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ 1 ആണ്. മറ്റേത് എത്ര വരിക? ദാറ്റ് വിൽ ബി ഈക്വൽ ടു സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓഫ് കോഴ്സ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2ൽ നിന്നും 3ലേക്കായിരിക്കും. കാരണം ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എത്ര? 2 ആണ്. ഇത് എത്ര? 3 ആണ്. So this is equal to 2 square, this is equal to 3 square. Clear? Now the next one is that അടുത്തത് എന്താണ് എനിക്ക് തന്നിട്ടുണ്ട്? This is from the third excited state to the second excited state. അപ്പോൾ third excited state എന്ന് പറഞ്ഞാൽ n equal to 4 ആ. And the next one is n is equal to first excited state എന്ന് വെച്ചാൽ n equal to 2 ആ. അപ്പോൾ അവിടെ എന്താ വന്നിട്ടുള്ളത്? HC ഡിവൈഡഡ് ബൈ ലാംഡ. വേവ് ലെങ്ത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 20 ഡിവൈഡഡ് ബൈ എക്സ്. അതേപോലെ എക്സ് ഉണ്ട്, ലാംഡ 0. അങ്ങനെ ഇതാണ് 20 ഡിവൈഡ് ബൈ എക്സ് ലാംഡ 0 വിച്ച് ഈസ് ഈക്വൽ ടു 13.6 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരിക? 2 സ്ക്വയർ 4 ആണ്. 1 ഡിവൈഡ് ബൈ 4 സ്ക്വയർ 16 ആണ്. അപ്പോൾ ദിസ് ഈസ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ആസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 2 ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? ചുമ്മാ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാണ്. കാരണം ഡിവൈഡ് ചെയ്താലേ എനിക്ക് ബാക്കി കാര്യങ്ങൾ കാണാൻ പറ്റുക. സോ ആദ്യം എന്ത് വരും? ഇവിടെ HC ഡിവൈഡ് ബൈ ലാംഡ 0 ഉണ്ട്. HC ഡിവൈഡ് ബൈ ലാംഡ 0 ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. HC ഡിവൈഡ് ബൈ ലാംഡ 0. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എക്സ് ബൈ 20 എന്നുണ്ടാകും. സോ 20 ഡിവൈഡ് ബൈ എക്സ് വിൽ ബി ഈക്വൽ ടു 20 divided by x. then dividing equation number 1 to 2. 1 divided by 2 ആണ് ചെയ്യുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം, 1/2 ആണ് ചെയ്യുന്നത്. സോ 1/2 ആണ് എന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് 1 ആയിരിക്കും വരുന്നത്. HC ഡിവൈഡ് ബൈ ലാംഡ 0 ഡിവൈഡഡ് ബൈ എക്സ് HC ഡിവൈഡഡ് ബൈ 20 ലാംഡ 0 എന്നുണ്ടാകും. Now this will be equal to 13.6 cancel ചെയ്ത് പോയി. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക? This will be equal to 1/4 minus 1/9 ഉണ്ടാകും. ഡിവൈഡ് ബൈ ഇവിടെ എത്ര ഉണ്ടാകും? This will be equal to 1 divided by 4 minus 1 divided by 60 എന്നുണ്ടാകും. സോ ആരൊക്കെ ക്യാൻസൽ ചെയ്തു? HC by lambda, HC by lambda. സോ അങ്ങനെയാണെങ്കിൽ 20 divided by x എന്നുണ്ടാകും. So my 20 divided by x is equal to 20 divided by x is equal to ഇവിടെ എത്ര വരിക? 9 minus 4 that's equal to 5 വരും. So 5 divided by 9 into 4 എന്ന് വരും. The whole divided by ഇവിടെ എത്ര വരിക? 16 minus 4 എത്രയാണ്? 12 ആണ്. So divide by 12 divided by എത്രയാണ് വരിക? 12 divided by 60 into 4 എന്ന് വരും. So this is equal to 20 divided by x is equal to 5 divided by 9 into 4 into 60 into 4 divided by
12 എന്ന് കിട്ടും. സോ ബാക്കി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. സോ ബാക്കി 12, ഇതിൽ 4 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3 പ്രാവശ്യം, ഇതിൽ 4 പ്രാവശ്യം. സോ 4 into 5 ദാറ്റ്സ് ഈക്വൽ ടു 20 ആണ്. 20 ഡിവൈഡ് ബൈ എക്സ് ആപ്പ് ഉണ്ടാവുക. 9 into 3 ദാറ്റ്സ് ഈക്വൽ ടു 27. സോ വാല്യൂ ഓഫ് ദ എക്സ് ഇസ് ഈക്വൽ ടു 27. ഈസി ആയിട്ട് കിട്ടിയില്ലേ? കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. 27. യെസ്, അൻസിക്കിന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെടാ, ഓൾ റൈറ്റ്. സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തതിലേക്ക് പോവാണ്. സോ ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതും ദ സെയിം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ എനർജി ലെവൽ ഓഫ് എൻ ആറ്റം ഈസ് ഷോൺ ഇൻ ഫിഗർ. എനർജി ലെവലുകളാണ് തന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ട്രാൻസിഷൻ വിൽ റിസൾട്ട് ആൻ എമിഷൻ ഓഫ് ദി ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 124.1 നാനോമീറ്റർ. അപ്പോൾ ഇതിൽ ഏത് എനർജി ഗ്യാപ്പാണ് 124.1 നാനോമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ ട്രാൻസിഷനും എനർജി ഗ്യാപ്പുകളാണ്. ദാറ്റ്സ് ഈക്വൽ ടു HC ഡിവൈഡ് ബൈ ലാംഡ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ആദ്യത്തേത് എത്രയാണെടാ? 2.0 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇവിടെ. അത് ഇവിടെ എത്തുന്ന സമയത്ത് എത്ര ആകും? 2.2 ആയി ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 0 ആണ്, ഇവിടെ -2.2 ആണ്, ഇവിടെ -5.2 ആണ്, ഇവിടെ -10 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡീഎക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര എനർജി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും? ഇവിടെ 10 ഇലക്ട്രോൺ വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എമിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇവിടെയോ? ഇവിടെ നിന്നും 1ൽ നിന്നും 2ലേക്കാണെങ്കിൽ 2.2 ഇലക്ട്രോൺ വോൾട്ട് എമിറ്റ് ചെയ്തിട്ടുണ്ടാകും. ദ നെക്സ്റ്റ് വൺ ഈസ് ഫ്രം 2 to 3 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് എമിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി 1 to 3 ആണെന്നുണ്ടെങ്കിൽ 5.2 എമിറ്റ് ചെയ്തിട്ടുണ്ടാകും. ക്ലിയർ അല്ലേ? അപ്പോൾ എനിക്ക് ആകെ എന്ത് കണ്ടാൽ മതി? ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഡിഫറൻസ് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ABCD തന്നിട്ടുണ്ട്. സോ നൗ എൻ്റെ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി EA ആണുള്ളത്. EA എത്രയാണ്? EA ഇസ് ഈക്വൽ ടു 2.2 ഇലക്ട്രോൺ വോൾട്ട് ആണുള്ളത്. സോ നൗ ദിസ് ഈസ് ഈക്വൽ ടു 2.2 ഇലക്ട്രോൺ വോൾട്ട്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ വേവ് ലെങ്ത് എങ്ങനെ കാണാനായിട്ട് പറ്റും? E ഇസ് ഈക്വൽ ടു HC ഡിവൈഡ് ബൈ ലാംഡ. സോ ലാംഡ ഈക്വൽ ടു HC ഡിവൈഡഡ് ബൈ E എന്ന് കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഏതിലാണ്? ഇത് ജൂളിലാണ് ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിവൈഡ് ബൈ 1.6 into 10⁻⁻90 ചെയ്താലാണ് ഇത് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറുക. അപ്പോൾ ലാംഡ കാണുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാകും? ഈ 1.6 അവിടെ ഉണ്ടാകും എന്നർത്ഥം. ഇലക്ട്രോൺ വോൾട്ടിനാണുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ലാംഡ എ കാണുകയാണ്. സോ മൈ ലാംഡ എ ഇസ് ഈക്വൽ ടു എന്താ വരിക? HC എത്ര വരിക? 6.62 into 10⁻⁻34 into 3 into 10⁸ ഡിവൈഡഡ് ബൈ HC ഡിവൈഡ് ബൈ E. എനർജി എത്ര? ഫസ്റ്റത്തേതിൽ 2.2 അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു 2.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇലക്ട്രോൺ വോൾട്ട് ആയതുകൊണ്ട് നേരത്തെ പോലെ 1.6 into 10⁻⁻19 ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഇത് എത്രയാണ് നോക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്തോ? ഇതിന്റെ പവറുകൾ കണ്ടുവച്ചോ. പവറുകൾ കണ്ടുവെക്കുന്ന സമയത്ത് -34ഉം -90യും ക്യാൻസൽ ചെയ്താൽ ബാക്കി എത്രയാണ് ഉണ്ടാകുക? 10, 11, 50 ഉണ്ടാകും. 10⁻⁻15 ഉണ്ടാകും. 10⁻⁻15ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്താലോ 10⁻⁻7 ഉണ്ടാകും. റൈറ്റ്? ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ബാക്കി ഇവിടെ 6.12 into 3 ഉണ്ട് ഡിവൈഡ് ബൈ 2.2 into 1.6 ഉണ്ട്. ഇതിൽ ക്യാൻസൽ ചെയ്ത് പോയാൽ എത്ര കിട്ടുക? 3.3 സംതിങ് കിട്ടും. 3 into 3 എത്ര? 9 ആണ്. 9 ഡിവൈഡഡ് ബൈ 1.6 എന്നുണ്ടാകും. 9 ഡിവൈഡ് ബൈ 1.6 എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി നിയർലി 9നെക്കാട്ടിലും കൂടുതൽ. നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താ? വി ഹാവ് ടു ഫൈൻഡ് 124 നാനോമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് കിട്ടേണ്ടത്. ഇനിയല്ല എക്സാക്ട്ലി നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം. ഇനിയല്ല നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ വേണമെങ്കിൽ അത് വെച്ചിട്ട് നോക്കാം. ഇൻ ടേംസ് ഓഫ് ഇത്രയും കാര്യത്തിന്റെ വാല്യൂ ഏറ്റവും നല്ലത് അതാണ്. ഈ ഒരു ടേമിന്റെ വാല്യൂ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ഓർത്തിരുന്നാൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ഇത് എത്രയാണ്? ഇൻ ടേംസ് ഓഫ് നാനോമീറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. 1241 നാനോമീറ്റർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 1241 ഡിവൈഡ് ബൈ 2.2 വെരി ഈസി ആയി കാര്യങ്ങൾ. 2.2 വിൽ ബി ഈക്വൽ ടു 564 നാനോമീറ്റർ എന്ന് കിട്ടും. പക്ഷെ നമുക്ക് കാണേണ്ടത് കുറച്ചുകൂടെ കുറവാണ്. 124 ഉള്ളൂ. അപ്പോൾ എ അല്ല, ഞാൻ എന്ത് ചെയ്യാണ്? ബി ഒന്ന് കണ്ടു നോക്കുകയാണ്. സോ ദ എനർജി കറസ്പോണ്ട്സ് ടു ബി ഈക്വൽ ടു, ബിക്ക് എനർജി എത്രയാണടാ? ബി എന്ന് പറഞ്ഞാൽ 0ൽ നിന്നും 5.2 ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ബിക്കുള്ളത് 5.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ലാംഡ വേവ് ലെങ്ത് നേരെ കണ്ടൂടെ? 1241 ഡിവൈഡഡ് ബൈ 5.2 ചെയ്താൽ പോലെ
നിയർലി 2 ആണ് കിട്ടുക എന്ന് വെച്ചാൽ 238.65 നാനോമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ഇതാണ് രണ്ടാമത്തെ വേവ് ലെങ്ത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതുമല്ല. അപ്പൊ ഞാൻ അടുത്തത് ചെക്ക് ചെയ്യാണ്, മൂന്നാമത്തത് ചെക്ക് ചെയ്യാണ്. മൂന്നാമത്തെ നോക്കിക്കേ, 2.2 നിന്ന് 5.2 അപ്പൊ ഡിഫറൻസ് എത്രയാണ് വരിക? അവിടെ 3 ആ ഡിഫറൻസ് വരിക. അപ്പൊ മൂന്നാമത്തത് നോക്കുകയാണ് ഞാൻ. സോ മൈ ലാംഡ സി വിൽ ബി ഈക്വൽ ടു 1241 ഡിവൈഡ് ബൈ, അവിടെ 3 ഉണ്ടാവുള്ളൂ. ദിസ് വിൽ ബി ഈക്വൽ ടു എത്ര വരിക? 413.66 നാനോമീറ്റർ എന്നുണ്ടാകും. അത് വേണോ? അല്ല. സോ ദ ലാസ്റ്റ് വൺ. അപ്പം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉറപ്പിക്കാം, ബട്ട് നോ പ്രോബ്ലം. സോ നോ ലാംഡ ഡി കൂടെ ഞാൻ ചെക്ക് ചെയ്യാണ്. 1241 ഡിവൈഡ് ബൈ എന്താ ചോദിച്ചിട്ടുള്ളത്? വി ഹാവ് ടു ഫൈൻഡ് ദ ഡി എന്ന് വെച്ചാൽ 10 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ഡിവൈഡ് ബൈ 10 എത്രയുടെ വരിക? ഈസി. ദിസ് വിൽ ബി ഈക്വൽ ടു 124.1 നാനോമീറ്റർ. ക്ലിയർ ആയിട്ടുണ്ടോ? ഈസി ആയിട്ട് കിട്ടും. യെസ് 10. യെസ് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേടാ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഐ തിങ്ക് ഡി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ അവിടെ തന്നിട്ടില്ല, പക്ഷേ ഡി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇതൊരു MCQ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആദ്യം ഈ വാല്യൂ HC ഡിവൈഡ് ബൈ ലാംഡയുടേതാ. ഇവിടെ HC ഡിവൈഡ് ബൈ 1.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ ഇത് ആദ്യം തന്നെ ഓർത്തിരിക്കുക 1241. അങ്ങനെയാണെങ്കിൽ വേറൊന്നും ചെയ്യാണ്ടതായിട്ടില്ല. ഇവിടെ നോക്കിക്കുക, ആദ്യം തന്നെ കിട്ടും 1241 ആയതുകൊണ്ട് ഇത് എത്ര കിട്ടേണ്ടത്? 124.1 ഡിവൈഡ് ബൈ 10 ആണ് എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ഇത്രയും ചെയ്തു വരേണ്ട ആവശ്യമില്ല. നേരെ 10 ഇലക്ട്രോൺ വോൾട്ടിന്റെ ഡിഫറൻസ് ഉള്ള സംഭവം ഞാൻ എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇതേപോലത്തെ തന്നെയാണ്, ഇത് സംതിങ് ഡിഫറെന്റ് ആണ്. സ്പീഡ് ഓഫ് ആൻ ഇലക്ട്രോൺ. കാരണം ഇത് ഇടയ്ക്ക് ബോറിന്റെ ഈ ഭാഗത്ത് നിന്ന് ചില ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്പീഡ് ഓഫ് എ ഇലക്ട്രോൺ ഇൻ ബോർ 7th ഓർബിറ്റ് ഫോർ ഹൈഡ്രജൻ ആറ്റം ഈസ് 3.6 × 10⁻6 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ദ കറസ്പോണ്ടിങ് സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺ ഇൻ 3rd ഓർബിറ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് 3rd ഓർബിറ്റിലെ സംഭവമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബേസിക്കലി ഇതിന്റെ എന്തറിയണം? റിലേഷൻ അറിയണം. എങ്കിലാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇതിന്റെ റേഡിയസിന്റെ ഫോർമുലയൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുണ്ടാകും നിങ്ങളുടെ ക്ലാസ്സുകളിൽ, +2 ക്ലാസ്സുകളിൽ. എനിക്ക് തോന്നുന്നത് അതിന് ഡെറിവേഷൻസ് ഉണ്ടാകാം. എനിവേ ഞാൻ അതൊന്ന് സിമ്പിൾ ആയിട്ട് ഇവിടെ ആദ്യം മെൻഷൻ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാം. ബേസിക്കലി നിങ്ങൾക്ക് അറിയാം, ഏതൊരു സാധനം ഹൈഡ്രജൻ ആറ്റത്തിലാണെങ്കിലും എനിത്തിങ് ഇലക്ട്രോണുകൾ റൗണ്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ, എനിത്തിങ് ഏതൊരു ഒബ്ജക്റ്റും ഫിസിക്സിൽ റൗണ്ട് അടിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകും. മീൻസ് mv² ഡിവൈഡ് ബൈ r ഉണ്ട് ഈക്വൽ ടു, ഇവിടെ ആരാ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? എൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. എന്ന് വെച്ചാൽ F is equal to K × Q1 Q2 ഡിവൈഡ് ബൈ r² അല്ലേ? അപ്പൊ ഇവിടെ ഇലക്ട്രോണും പിന്നെ അതേപോലെ തന്നെ ന്യൂക്ലിയസിലുള്ള ആളുകളും എന്ന് വെച്ചാൽ ZE² ഡിവൈഡഡ് ബൈ 4πε0 r² എന്നുണ്ടാകും. എന്ത്? mv² ഡിവൈഡ് ബൈ r. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്ന് എനിക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് അങ്ങനെ വെക്കാം. ഇനി നോക്കുക, അടുത്തതായിട്ട് എൻ്റെ ആംഗുലാർ മൊമെന്റുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാണ്. നമുക്കറിയാം ആംഗുലാർ മൊമെന്റം MVR മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? NH/2π ആയിരിക്കണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. NH ഡിവൈഡ് ബൈ 2π. NH/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം എൻ്റെ MVR, അതായത് ആംഗുലാർ മൊമെന്റംസ്. ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്കിത് രണ്ടും ഇക്വേറ്റ് ചെയ്തുകൂടെ? കാരണം ഇവിടെ MV ഡിവൈഡ് ബൈ R ഉണ്ട്, ഇവിടെ MV² ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാനിത് R വേണ്ടിയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കാണാണ്. സോ മൈ R is equal to NH ഡിവൈഡ് ബൈ 2π × MV എഴുതാനായിട്ട് പറ്റും. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ വെലോസിറ്റി. വെലോസിറ്റി എന്തായിരിക്കും? ഇതിന്റെ റൂട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ് കിട്ടുക? വെലോസിറ്റി V is equal to ഇനി അല്ല, നിങ്ങളിത് ഡയറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും. ZE² × സം കോൺസ്റ്റന്റ് ε0 NH എന്നുണ്ടാകും. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യുവർ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു Z ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു N. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. കാരണം ഇതാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ള റിലേഷൻ. ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. എനിവേ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇവിടെ ബോർ 7th ഓർബിറ്റിലും അതേപോലെ തന്നെ 3rd ഓർബിറ്റിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ? മൈ V ഈസ്
പ്രൊപ്പോർഷണൽ ടു എന്താ വന്നിട്ടുള്ളത്? വി ഈസ് പ്രൊപ്പോർഷണൽ ടു z ഡിവൈഡ് ബൈ n ആണ്. ഇവിടെ സ്പീഡ് ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ബോർ ആറ്റം ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം ആൻഡ് ദ കറസ്പോണ്ടിങ് സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺ ഇൻ തേർഡ് ഓർബിറ്റ് എന്ന് വെച്ചാൽ z സെയിം ആണ്. ഇവിടെ ആര് മാത്രമേ മാറ്റുള്ളൂ? എൻ്റെ കയ്യിലുള്ള n മാത്രമേ അല്ലേ മാറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇംപ്ലൈസ് ദാറ്റ് മൈ വെലോസിറ്റി ഇൻ തേർഡ് ഓർബിറ്റ് ടു ദ വെലോസിറ്റി ഓഫ് ദി സെവൻത് ഓർബിറ്റ് വിൽ ബി ഈക്വൽ ടു n ഓഫ് ദി 7 എന്ന് വെച്ചാൽ എന്താ വരിക? ദാറ്റ് വിൽ ബി ഈക്വൽ ടു തേർഡ് ഓർബിറ്റിൽ സെവൻത് ഓർബിറ്റിൽ എത്രയാണ്? 7 ആണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ തേർഡ് ഓർബിറ്റിൽ എത്രയാണ്? തേർഡ് ഓർബിറ്റിൽ 3.6 ഇൻറ്റു തേർഡ് ഓർബിറ്റിൽ എത്രയാണ്? തേർഡ് ഓർബിറ്റിലേതാണ് നമുക്ക് കാണേണ്ടത്. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ തേർഡ് ഓർബിറ്റ്. സോ തേർഡ് ഓർബിറ്റ് ഇസ് ഈക്വൽ ടു 7/3 ഇൻറ്റു V7 ഈക്വൽ ടു 7/3 ഇൻറ്റു 3.6 ഇൻറ്റു 10⁶ എന്ന് കിട്ടും. ഇതിൽ ക്യാൻസൽ ചെയ്താൽ എത്രയുടെ വരിക? 1.2 വരും. 1.2 ഇൻറ്റു 7 1.2 ഇൻറ്റു 7 എത്ര വരും? 84 വരും. എന്ന് വെച്ചാൽ 8.4 വരും. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഈസിയാണ്, ക്ലിയർ ആണ്. ഓക്കെ, സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതും ഇതേപോലെ ഒരു ഡി എക്സൈറ്റേഷൻ്റെ ചോദ്യമാണ്. എനിവേ, ഹൈഡ്രജൻ ആറ്റം λ1 and λ2 are the wavelength corresponding to the transition 1 and 2 respectively as shown in figure. Ratio of the λ1 and λ2 is x divided by 32. Value of the x is. അപ്പോൾ ഇവിടെ നേരത്തെ സെയിം. നമുക്കിവിടെ 1ഉം 3ഉം ഇത് ഏതെന്നൊക്കെയാണ് ഇവിടെ വരുന്നത്? ഒന്ന് 3യിൽ നിന്ന് 2യിലേക്കാണ്, അടുത്തത് 2യിൽ നിന്നും 1ലേക്കാണ്. റൈറ്റ്? നമ്മുടെ ഇക്വേഷൻ പ്രകാരം എനിക്കറിയാലോ 1 ഡിവൈഡ് ബൈ ലാംഡ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? HC ഡിവൈഡ് ബൈ E ഈക്വൽ ടു H nu ആണ്. സോ HC ഡിവൈഡ് ബൈ ലാംഡ ഈക്വൽ ടു 13.6 വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനിയല്ല, അതിലേക്കൊന്നും കൺവേർട്ട് ചെയ്യാത്ത ഒരു ഇക്വേഷനും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം 1 ഡിവൈഡ് ബൈ ലാംഡ ഈക്വൽ ടു RZ² ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ N1 സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ N2 ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേവ് ലെങ്ത് കാണാനായിട്ട് പറ്റും. നൗ കമ്മിങ് ടു ദിസ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ? ഇവിടെ എൻ്റെ ആദ്യത്തെ 1, അതായത് 1 ഡിവൈഡഡ് ബൈ λ1 ഈക്വൽ ടു RZ². സെഡിന് മാറ്റമൊന്നുമില്ല, കാരണം സെയിം ഒരേ സംഭവത്തിൽ നിന്നാണ്. 1 ഡിവൈഡ് ബൈ Ni മൈനസ് N2. ഇവിടുന്ന് എങ്ങോട്ടാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ദിസ് ഈസ് കമ്മിങ് ഫ്രം 3 ആൻഡ് ഇറ്റ് ഈസ് ഒന്ന് 3യിൽ നിന്ന് 2യിലേക്കും മറ്റേത് എത്രയാണ്? 2യിൽ നിന്നും 1ലേക്കുമാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 3യിൽ നിന്നും 1ലേക്കാണ്. സോ 3യിൽ നിന്നും 1ലേക്ക് വരുന്നത് എന്തായിരിക്കും? ദിസ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1² മൈനസ് 1 ഡിവൈഡ് ബൈ 3² എന്നുണ്ടാകും. ദിസ് ഈസ് ഈക്വൽ ടു 3² 9 ആണ്. 9 മൈനസ് 1 ദാറ്റ് വിൽ ബി 8. സോ 8 RZ² ഡിവൈഡഡ് ബൈ 9 ഉണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? 1 ബൈ λ1. നോ ബൈ 1 ബൈ λ2 ഈക്വൽ ടു RZ² ഇൻറ്റു എങ്ങോട്ടാണ് വന്നിട്ടുള്ളത്? 1ലേക്ക് തന്നെയാണ്. പക്ഷേ അടുത്ത ആൾ വന്നത് എവിടെ നിന്നാണ്? 2യിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സോ 2² എത്ര? 4 ആണ്. സോ RZ². 2² 4 ആണ്. 4 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 3 ആണ്. സോ 3/4 എന്നുണ്ടാകും. 1 ബൈ λ2. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്തൊക്കെ കിട്ടി? 1 ഡിവൈഡ് ബൈ λ1 ഈക്വൽ ടു 8/9 RZ² എന്ന് കിട്ടി. 8/9 RZ². 1 ഡിവൈഡഡ് ബൈ λ2 ഈക്വൽ ടു എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? 3/4 RZ² എന്ന് കിട്ടി. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി λ1 ടു λ2. λ1 ഡിവൈഡ് ബൈ λ2 ആണ് കാണേണ്ടത്. സോ λ1 ഡിവൈഡ് ബൈ λ2 കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് രണ്ടും എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു λ2 ഡിവൈഡ് ബൈ λ1 which is equal to RZ² ക്യാൻസൽ ചെയ്തു. 8/9 ഇൻറ്റു 4/3 എന്നുണ്ടാകും. ദിസ് ഇംപ്ലൈസ് ദാറ്റ് മൈ λ1 ഡിവൈഡ് ബൈ λ2 ഈക്വൽ ടു 9 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 8 ഇൻറ്റു 4. ഞാൻ ആ റേഷ്യോ നോക്കുകയാണ്. 9 ഇൻറ്റു 3 27 ആണ്. പിന്നെ 8 ഇൻറ്റു 4 എത്ര? 32 ആണ്. സോ അഗെയിൻ ദാറ്റ്സ് ഈക്വൽ ടു 27. ക്ലിയർ അല്ലേടാ? 27 ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെയും കറക്റ്റ് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടി. വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണല്ലോ.
So your correct answer is equal to 27. Value of the x is equal to 27 എന്ന് കിട്ടും. Okay. Now the next question, അടുത്ത തന്നെ ഇതും 2023 ചോദിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി ദിസ് ഈസ് ഫ്രം ദ അനദർ ഏരിയ, ബൈൻഡിങ് എനർജി കാണാനാണ്. അപ്പോൾ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് എൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് നിർത്താൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ദി, അവിടെ ആരൊക്കെയാണുള്ളത്, അവിടെ എൻ്റെ കയ്യിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ന്യൂട്രോണുകളുണ്ട്, പ്രോട്ടോണുകളുണ്ട്, പിന്നെ മാസ് ഓഫ് ദി ഹീലിയം, മൊത്തത്തിലുള്ള ന്യൂക്ലിയസിൻ്റെ ഇത് കൊടുത്താൽ മതി, കുറച്ചാൽ മതി. ഇവിടെ നോക്കിക്കേ, if the binding energy of the ground state electron in hydrogen atom is 13.6 electron volt, then the energy required to remove the electron from the second excited state of the lithium 2+ will be. Okay, ഇവിടെ നേരെ തിരിച്ചാണ് നമുക്ക് തന്നിട്ടുള്ളത്. So we have to find the binding energy. അപ്പോൾ ഇവിടെ ബൈൻഡിങ് എനർജി ഓഫ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ബൈൻഡിങ് എനർജി തന്നിട്ടുണ്ട്. എത്രയാണ്? 13.6 ആണ്. അപ്പോൾ 13.6 ആണ് ഇതിന്റെ ബൈൻഡിങ് എനർജി എങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലിഥിയം 2+ സമയത്ത് ഇത് എത്രയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള the value of the x is if it is the energy required to remove the electron from the second excited state of the lithium 2+ will be x into 10 to the power -1 electron volt എന്നാണ് കാണിക്കുന്നത്. വാല്യൂ ഓഫ് ദി x is x-ന്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നൗ ഇവിടെ നമുക്ക് അപ്രോച്ച് ചെയ്ത് നോക്കാം. ബൈൻഡിങ് എനർജി തന്നിട്ടുണ്ട്, ദാറ്റ്സ് ഈക്വൽ ടു 13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇനി നോക്കിക്കേ, ലിഥിയം 2+ൻ്റെതാണ്. ലിഥിയം 2+ എന്ന് വെച്ചാൽ അതിൻ്റെ എത്രാമത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ ഫ്രം ദ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എത്ര? n=1 ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ n=2 ആണ്. സെക്കൻഡ് എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? 3 ആണ്. അപ്പോൾ ഓരോന്നിലുള്ള ഡിഫറൻസ് എത്ര? 13.6 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ 13.6 ഡിവൈഡ് ബൈ n is equal to 3. 3² ദാറ്റ്സ് ഈക്വൽ ടു 9 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ദ വാല്യൂ ഓഫ് ദി എക്സ്. അതുമായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. ക്ലിയർ ആയിട്ടുണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ എനർജി ഇവിടെ പ്രോട്ടോൺ. ഓക്കെ, ഇവിടെ ബൈൻഡിങ് എനർജി കാണാനുള്ള മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ബൈൻഡിങ് എനർജി ഡയറക്റ്റ് ആയിട്ട് അല്ലാത്ത നേരത്തെ കാണുന്ന രൂപത്തിലല്ലാണ്ട്, വിച്ച് മീൻസ് എൻ്റെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ബൈൻഡിങ് എനർജീസ് തന്നു കഴിഞ്ഞാൽ അത് എത്രയാണ് എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ ദ മാസ് ഓഫ് ദി പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഹീലിയം ന്യൂക്ലിയൈ ആർ റെസ്പെക്റ്റീവ്ലി 1.07, 1.087 ആൻഡ് 4.0015. ദ ബൈൻഡിങ് എനർജി ഓഫ് ദ ഹീലിയം ഈസ്. ഹീലിയത്തിൻ്റെ ബൈൻഡിങ് എനർജിയാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ബൈൻഡിങ് എനർജി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബൈൻഡിങ് എനർജി എന്ന് വെച്ചാൽ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഹീലിയം നമുക്കറിയാം He2 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 പ്രോട്ടോണുകൾ ഉണ്ടാകും, 2 ന്യൂട്രോണുകൾ ഉണ്ടാകും. അതിന് ആര് കുറക്കണം? മാസ് ഓഫ് ദി ഹീലിയം എന്ന് വെച്ചാൽ എൻ്റെ ന്യൂക്ലിയൈ, ഹീലിയം ന്യൂക്ലിയയുടെ ടോട്ടൽ മാസ് കുറക്കണം. ഇൻറ്റു c² ആയിരിക്കുമല്ലോ. ദിസ് ഈസ് ദ ഫോർമുല. നൗ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് എത്ര കിട്ടുക? This is equal to 2 into mass of the proton, that's equal to 1.073 ഉണ്ടാകും, പ്ലസ് 2 into ന്യൂട്രോൺ അത് 1.0087 ഉണ്ടാകും. Now the helium എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഹീലിയം ന്യൂക്ലിയൈഡ് ഇത് തന്നിട്ടുണ്ട് 4.0015 ആണ്. ഇൻറ്റു c². c²ൻ്റെ വാല്യൂ അറിയാലോ, 3 into 10 to the power 8 the whole square. ഇനി എനിക്ക് തന്നിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1.6 into 10 to the power -90. മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയതുകൊണ്ട് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനെ മെഗയിലേക്ക് ഏറ്റവും അവസാനം കൺവേർട്ട് ചെയ്താൽ മതി. നിയർലി നമുക്ക് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ ദിസ് വിൽ ബി ഈക്വൽ ടു 28.4 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടുക. ബൈൻഡിങ് എനർജി ഈക്വൽ ടു 28.4 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ അടുത്തതായിട്ടുള്ളത് എൻ്റെ ലൈറ്റ് ഓഫ് ദി എനർജി 1.2 electron volt is incident on a hydrogen atom, and the atom absorbs a radiation reaches on its excited state
ആംഗുലാർ മൊമെന്റം ഓഫ് ദി ആറ്റം ഇൻ ഇറ്റ്സ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ്. അപ്പോൾ ഇവിടെ ആംഗുലാർ മൊമെന്റം ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡെഫിനിഷൻ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു എന്താ, NH ഡിവൈഡ് ബൈ 2π ആ. ആംഗുലാർ മൊമെന്റം ഈക്വൽ ടു ആംഗുലാർ മൊമെന്റം L is equal to NH ഡിവൈഡ് ബൈ 2π ആണ്, റൈറ്റ്. സോ അപ്പൊ ആദ്യം എനിക്ക് എന്ത് കാണണം, N കാണണം, എങ്കിലേ ഇത് ബാക്കി പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ എത്ര എനർജിയാ എടുക്കുന്നത്, 12.75 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 12.75 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സൈറ്റേഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. സോ വിച്ച് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ് ആ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്നത്, 13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ N സ്ക്വയർ. ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാ. പക്ഷെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്തു, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എത്ര അബ്സോർബ് ചെയ്തിട്ടുണ്ട്, 12.75 അബ്സോർബ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ഇതിലേക്ക് വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു -13.6 പ്ലസ് 12.75 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു, ഇത് എത്രയാണ് വരിക, 13 ഉണ്ട്, ബാക്കി 12.75 ഉണ്ട്, -0.85 ഈക്വൽ ടു -13.6 ഡിവൈഡ് ബൈ N സ്ക്വയർ എന്നുണ്ടാകും. Now this is equal to N ആണ് എനിക്ക് കാണേണ്ടത്. സോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് N സ്ക്വയർ. N സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര വരിക, 13.6 ഡിവൈഡഡ് ബൈ 0.85. ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് പോയി, ബാക്കി 13.6 ഡിവൈഡ് ബൈ 0.85 ആണ്, പക്ക 4 കിട്ടും. സോ യുവർ N പക്ക ദിസ് വിൽ ബി ഈക്വൽ ടു 16 കിട്ടും. സോ യുവർ N ഇസ് ഈക്വൽ ടു 4 കിട്ടും. അപ്പൊ N ഈക്വൽ ടു 4 കിട്ടി. N ഈക്വൽ ടു 4 കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്, NH ബൈ 2π ആണ്. സോ 4 ഇൻറ്റു H ഡിവൈഡ് ബൈ 2π. വാല്യൂ ചെയ്തൂടെ, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. Hൻ്റെയും വാല്യൂ നിങ്ങൾക്ക് അറിയാം, 2πയുടെയും നിങ്ങൾക്ക് അറിയാം. ദിസ് വിൽ ബി 828 ഇൻറ്റു 10 ടു ദ പവർ -7 എന്ന് വരും. സോ ദ വാല്യൂ ഓഫ് ദി X വിൽ ബി ഈക്വൽ ടു, എക്സിൻ്റെ വാല്യൂ 828 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? 4 ഇൻറ്റു H ഡിവൈഡ് ബൈ 2π. ക്ലിയർ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. നൗ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ ടേമിൽ കാണാനായിട്ടുള്ളതാണ്. An electron of the hydrogen like atom having Z is equal to 4. ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ആണ്. അപ്പൊ ആ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന്റെ 1/λ എന്താണെന്നുള്ളത് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നു. 1/λ ഈക്വൽ ടു Z സ്ക്വയർ R ഡിവൈഡ് ഇൻറ്റു 1 divided by NF square minus 1 divided by NI square. Anyway, jump from the fourth energy state to the second energy state. The energy released in this process is. അപ്പോൾ energy released ആണ് ചോദിച്ചിട്ടുള്ളത്, which means ഡെൽറ്റ ഇ ആണ് ചോദിച്ചത്. വെരി സിമ്പിൾ, കാരണം ഡെൽറ്റ ഇ എത്രയാണ്, ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു 13.6 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ NF സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ NI സ്ക്വയർ ആണ് ഈക്വൽ ടു 13.6 ഇൻറ്റു 1 ഡിവൈഡ് ബൈ, ഇത് എങ്ങോട്ട്, ഇവിടുന്ന് എവിടത്തേക്കാ, 4th to 2nd എന്നാണ് പറഞ്ഞത്. സോ 4th to 2nd എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ 4 ആണ്, 1 ഡിവൈഡ് ബൈ 4 സ്ക്വയർ 16 ആണ്. ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദിസ് ഈസ് ഡെൽറ്റ ഇ. ഇതല്ലേ കാണാനുള്ളത്. നൗ 13.6 ഇൻറ്റു 16 മൈനസ് 4, 12 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 16 എന്ന് കിട്ടും. ഈക്വൽ ടു, ഇതിൽ ക്യാൻസൽ ചെയ്ത് പോയാൽ ഇത്ര ഉണ്ടാവുക, 3 ഉണ്ടാകും. ദെൻ ഇവിടെ 16 ഉണ്ട്. സോ 3 ഇൻറ്റു 13.6 ഡിവൈഡ് ബൈ 16 ഉണ്ടാകും. അപ്രോക്സിമേറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് 40.8 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. 40.8. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോടാ? ഓക്കെ അല്ലേ? ഈസി അല്ലേ? നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കാം. ദ ന്യൂക്ലിയസ് having Z is equal to 17 and equal number of protons and neutrons has 1.2 mega electron volt binding energy per nucleon. Another nucleon B of Z is equal to 12 has 26 nucleon and 1.8 mega electron volt binding energy per nucleon. The difference of the ബൈൻഡിങ് എനർജി ഓഫ് ബി ആൻഡ് എ വിൽ ബി. അപ്പോൾ ബേസിക്കലി ഇവിടെ ബൈൻഡിങ് എനർജി ഡിഫറൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരത്തെ പോലെ തന്നെ ബൈൻഡിങ് എനർജിയുടെ ഒരു 3-4 ടൈപ്പ് ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്തു തന്നു. അപ്പോൾ ആ ബൈൻഡിങ് എനർജിയുടെ നോക്കിയാൽ നിങ്ങൾ
ടോട്ടൽ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ ബൈൻഡിങ് എനർജി വിൽ ബി ഈക്വൽ ടു ഇവിടെ എത്ര വരിക 1.2 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈൻഡിങ് എനർജി ഉണ്ട് ആർക്ക് ഇവിടെയുള്ള Z is equal to 17 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ Z is equal to 17 ആണെങ്കിൽ അവിടെ മൊത്തം എത്ര ആളുകൾ ഉണ്ടാകും 34 ആളുകൾ ഉണ്ടാകും. സോ വിച്ച് മീൻസ് 34 ഇൻറ്റു 1.2 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ 40.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി അടുത്ത് നോക്കിക്കേ, ബിക്ക് എത്ര ആളുകളാണ് ഉള്ളത്? ഫോർ ബി ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബൈൻഡിങ് എനർജി ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര ആളുകളാണ് ഉള്ളത്? 26 ന്യൂക്ലിയോൺസ് ആണ് ഉള്ളത്. അത് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് 26 ന്യൂക്ലിയോൺസ് ആണെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ 1.8 ആണ് പെർ ആയിട്ട് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 1.8 ആണ്. സോ 1.8 ഇൻറ്റു 26 എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 46.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നുണ്ടാകും. ഇതല്ലേ ബൈൻഡിങ് എനർജി ടോട്ടൽ വരിക. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഡെൽറ്റ ഓഫ് ദി ബൈൻഡിങ് എനർജി. ഡെൽറ്റ ഓഫ് ദി ബൈൻഡിങ് എനർജി വിൽ ബി ഈക്വൽ ടു 46.8 മൈനസ് 40.8. സോ ദാറ്റ്സ് ഈക്വൽ ടു 6. വെരി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേടാ? ഈസി ആയിട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഏകദേശം 2023 എല്ലാ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. ഇനി ആറ്റംസിൻ്റെ 99% നോക്കിയാൽ നിങ്ങൾക്ക് ആറ്റംസിൻ്റെ കഴിഞ്ഞു പോയ വർഷങ്ങളിലെ ചോദ്യങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കുറേ അധികം ഇതിന്ന് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 ടൈപ്പ് ചോദ്യങ്ങളാണ് ഇതിന്ന് മെയിനായിട്ട്. ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ചേഞ്ച് ഡെൽറ്റ ഇയുടെ സംഭവങ്ങൾ വെച്ചിട്ട് കാണാനുള്ളതാണ്. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു HC ഡിവൈഡ് ബൈ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻസ് വെച്ച് ചെയ്യാനുള്ളതാണ്. എനിവേ നമുക്ക് അടുത്ത ലൈവുകളിലും മറ്റൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. കൂടുതലായിട്ട് റെഫർ ചെയ്യാനുള്ള സംഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് വീണ്ടും നമുക്ക് ചാനലിലൂടെ ഒക്കെ ആയിട്ട് കാണാം. എനിവേ ഓൾ ദി ബെസ്റ്റ്.